ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിനും മീഷോന്നും ആയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. അതിൽ ആദ്യമായിട്ട് കാണിക്കുന്നത് ഞാൻ എൻ്റെ ചെറിയ മോന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള റോംബറിൻ്റെ സെറ്റാണ്. ഞാൻ നേരത്തെ ഇതുപോലത്തെ ഒരു സെറ്റ് വാങ്ങിച്ചിരുന്നു. സെയിം സാധനം തന്നെയാണ്. അന്ന് 0 to 3 months ആയിരുന്നു വലിപ്പം കൊടുത്തിരുന്നു. പക്ഷേ ഇത് ഞാൻ 9 മാസം വരെയുള്ള 6 to 9 months വരെയുള്ള വലിപ്പത്തിനാണ് ഞാൻ സൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അന്ന് ഞാൻ റെഡ് കളർ എടുത്ത്, ഇന്നിപ്പോൾ അത് ബ്ലാക്ക് ആണ്. അപ്പോൾ 3 ഉള്ളൊരു സെറ്റാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ റേറ്റ് 392. ഇപ്പോൾ അതിൽ കാണുന്നത് 410 കേട്ടോ. അപ്പോൾ റേറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓഫറൊക്കെ വരലുണ്ട്. സംഭവം നല്ല സാധനമാണ്. ഞാനത് യൂസ് ചെയ്തുകൊണ്ട് സെയിം സാധനം തന്നെ കളർ ചേഞ്ച് മേടിച്ചേ ഉള്ളൂ. റോംബർ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊതുകടിയിൽ നിന്നൊക്കെ കുറേ രക്ഷപ്പെടാൻ പറ്റും കേട്ടോ. ഞാൻ രാത്രി ഇട്ട് കൊടുക്കാമെന്നല്ല, കുട്ടിക്ക് ഭൂരിപക്ഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് റോംബർ തന്നെയാണ്. അപ്പോൾ ഈ ഡയപ്പർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ എപ്പോഴും നല്ലത് ഇങ്ങനത്തെ റോംബർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 3 കളറാണ് വന്നിട്ടുള്ളത്. ഒന്ന് പ്ലെയിൻ കളറ്, ഒന്ന് ലൈൻസ്, ഒന്നിൽ കുറച്ച് പ്രിൻറ്റും കൂടെ ഉണ്ട്. എന്തായാലും അടിപൊളി സാധനമാണ്. ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ തന്നെ കുട്ടി എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവനെയും കൊണ്ട് തന്നെ ഞാൻ എടുത്തത് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു. ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ കൂടുതലും സാധനങ്ങൾ എടുക്കൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ്. എന്നാലും കുറച്ചൊക്കെ മീഷോന്നും എടുക്കലുണ്ട്. മീഷോയിൽ എനിക്ക് കുറച്ചൊരു വിശ്വാസം കുറവാണ്. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ നന്നാവില്ല, അങ്ങനെയാണ്. ഫ്ലിപ്കാർട്ടിന് ഭൂരിപക്ഷം എനിക്ക് നന്നായിട്ട് തന്നെ ഉള്ളൂ. മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും റിവ്യൂ നോക്കിയിട്ട് മാത്രം എടുക്കാൻ പാടുള്ളൂ. ഇതൊരു ഫ്രൈ പാനാണ് കേട്ടോ. ചെറിയ ഫ്രൈ പാനാണ്. 14 സെൻറ്റിമീറ്റർ ആയിട്ടേ ഉള്ളൂ. ഒരു മഞ്ഞ കളറാണ്. ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഫ്രൈ പാനിൻ്റെ ഫോട്ടോ. അപ്പോൾ ഇത് സാധനമൊക്കെ നല്ല തന്നെയാണ്. പക്ഷേ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് കുറേ കളർഫുള്ളായിട്ടുള്ള കുക്ക് വെയർസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വാങ്ങിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കട്ടി സാധാരണ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ കട്ടി ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പിടി വേറെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ സ്ക്രൂ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പക്ഷേ സ്ക്രൂ അതിൻ്റെ പാത്രത്തുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഒരു സ്പാച്ചുല അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഇതുപോലത്തെ സ്പാച്ചുല മാത്രം യൂസ് ചെയ്താൽ മതി. എന്നാൽ പിന്നെ കുറേ കാലം കോട്ടിങ്ങൊന്നും ഇളകാതെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ക്രൂ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇത് വലിയ വലിപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് സാധാരണ വലിയ ക്വാണ്ടിറ്റിയിലാണ് ഫുഡ് ഉണ്ടാക്കുക. പക്ഷേ ഇത് കളർഫുൾ ആയതുകൊണ്ട് മാത്രം ഞാൻ മേടിച്ചാണ്. അത്ര വലിപ്പമൊന്നുമില്ല. ചെറിയ പരിപാടികൾക്കൊക്കെ എന്തെങ്കിലും ഫ്രൈ ചെയ്യാൻ, ചെറിയ കുട്ടികൾക്ക് മാത്രമായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇൻഡക്ഷൻ ബേസുമാണ്. ഇത് ഇത്ര വലിപ്പമേ ഉള്ളൂ. 14 സെൻറ്റിമീറ്റർ വിടുത്തേ ഉള്ളൂ. നിർലോൺ ആണ് കേട്ടോ കമ്പനീൻ്റെ ബ്രാൻഡ് നെയിം. അത് പറയാൻ മറന്നു. നിർലോൻ്റെ വേറെയും 2-3 പാത്രം ഞാൻ മേടിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു ഷോട്ട് ഇടാം. അപ്പോൾ സ്പാച്ചുലയും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. വേണമെങ്കിൽ വാങ്ങിച്ച് നോക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ടുള്ളത് ട്രൈപ്ലൈ കടായിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈപ്ലൈ കടായി യൂസ് ചെയ്യാൻ പോണത്. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കാണുമ്പോൾ എനിക്ക് വാങ്ങിക്കണം എന്നൊക്കെ വിചാരിക്കില്ലാതെ, ട്രൈപ്ലൈക്ക് പൊതുവേ നല്ല റേറ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ മേടിച്ചിട്ടില്ലായിരുന്നു ഇതുവരെ. ഇപ്പോൾ അതിന് റേറ്റ് കുറവ് കണ്ടുകൊണ്ട് മാത്രം മേടിച്ചതാണ്. ഇത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 883 രൂപയേ ഉള്ളൂ. ഇപ്പോൾ അതന്നെ ഉള്ളൂ തോന്നുന്നു. പക്ഷേ അതിൽ ഇങ്ങനെ ഒരു ലിഡ് ഉള്ളതായിട്ട് കാണിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ സാധനം വന്നപ്പോൾ നല്ല അടിപൊളി ഒരു സ്റ്റീലിൻ്റെ ലിഡും ഉണ്ട്. ലിഡിനായാലും പാത്രത്തിനായാലും ഒക്കെ നല്ല കനമുണ്ട്. അതുപോലെ തന്നെ ഇതിന് 4.5 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. ഈ കടായി ഏതായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ടുണ്ട് കേട്ടോ. അത്രയും നല്ല വലിപ്പമുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ എത്രത്തോളം വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. നല്ലൊരു ലിഡും നല്ല വലിപ്പമുള്ള കടായും തന്നെയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും സൈസ് വ്യത്യാസങ്ങൾ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ചപ്പോൾ മനസ്സിലായില്ലേ. ഇനി അടുത്തതായിട്ട് കാണിച്ചിട്ടുള്ളത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളൊരു ഫ്രിഡ്ജ് കണ്ടെയ്നറാണ് കേട്ടോ. ഫ്രിഡ്ജ് കണ്ടെയ്നറായിട്ട് മാത്രം യൂസ് ചെയ്യാമെന്നല്ല, എന്ത് എടുത്ത് വെക്കാൻ നല്ലതാണ്. നമ്മൾ ഈ കടല, പയർ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ എടുത്ത് വെക്കൂലേ, അതിനൊക്കെ പറ്റുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ 3 ചെറിയ ചെറിയ കണ്ടെയ്നറുണ്ട് ഇതുപോലത്തെ. അത് മാറ്റി വെച്ചുകൊണ്ട് ഒറ്റ പാത്രമായിട്ട് അങ്ങനെ യൂസ് ചെയ്യുക. ഇത് അത്യാവശ്യം സൈസ് ഉണ്ട്. ഉള്ളിലുള്ള 3 എത്ര ഓരോന്നിനും എന്നുള്ള എനിക്ക് പറയാൻ അറിയില്ലെങ്കിലും ഇത് മൊത്തത്തിൽ 5 ലിറ്റർ കപ്പാസിറ്റിയാണ്. അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പ്രൊഡക്റ്റും മീഷോൻ്റെ തന്നെയാണ് കേട്ടോ. ഇതിന് നല്ല പാക്കിംഗ് ആണ്. പെട്ടിയൊക്കെ ചുളിഞ്ഞ് കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പാക്കിങ്ങും ഒക്കെ മോശമാണെന്ന്. പക്ഷേ സംഭവം നല്ല പാക്കിംഗ് ആണ്. ഉള്ളിൽ 2-3 പെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സാധനം ബട്ടർ ബോക്സ് ആണ്. ബട്ടർ ബോക്സ് നല്ല ക്വാളിറ്റി ഉള്ള ബട്ടർ ബോക്സ് ആണ്. ഈ ഒരു പെട്ടി പൊളിച്ച സമയത്ത് അതിൻ്റെ ഉള്ളിൽ വേറെയും ബോക്സും കൂടെ കണ്ടപ്പോൾ ഞാൻ കരുതി ഇത് വെറുതെ പറ്റിക്കലാണോ, വലിയൊരു ബോക്സ് മേലെ ഇട്ടാണ്, അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്ന്. അതും അയച്ച സമയത്ത് അതിൻ്റെ ഉള്ളിൽ ആ പ്രൊഡക്റ്റിൻ്റെ തന്നെ ബോക്സ് അത് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സാധനം കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. നല്ല പാക്കിങ് തന്നെയാണ്. അപ്പോൾ ഈ ബട്ടർ ബോക്സിന് പല റേറ്റും മീഷോയിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും ഒക്കെ ഈ സെയിം സാധനങ്ങളുണ്ട്. പക്ഷേ
പല റേറ്റിലും കണ്ടിട്ടുണ്ട്. ഞാൻ അതിന് ഏറ്റവും റേറ്റ് കുറഞ്ഞ സമയത്താണ് വാങ്ങിയത് കേട്ടോ. 489 പല ബ്രാൻഡിൻ്റെ ആവും ചിലപ്പോൾ, അതെനിക്കറിയില്ല. കാണാൻ ഏകദേശം ഇതേപോലെ തന്നെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ റേറ്റിംഗ് കൊടുക്കാനുള്ള ഒരു പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് ഒരു കത്തി വെച്ചിരുന്നു. ഈ കത്തി മൂർച്ചയുള്ള കത്തിയൊന്നുമല്ല, ബട്ടർ കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കത്തിയാണ്. അതുപോലെ അതിൻ്റെ ലിഡ് വന്നിട്ടുള്ളത് മരത്തിൻ്റെ കേട്ടോ, വുഡാണ്. എയർ ടൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിന് എയർ ടൈറ്റിൻ്റെ റബ്ബറൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എയർ ടൈറ്റ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. ഈ ബോക്സ് ഉണ്ടല്ലോ, ബട്ടർ ബോക്സ്, ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് മെറ്റലാണെന്നാണ് കരുതിയത്. പക്ഷേ ഇത് സെറാമിക് ആണ് കേട്ടോ. നല്ല അടിപൊളി ബോക്സ് തന്നെയാണ്. കാണാൻ നല്ല റോയൽ ലുക്കും ഉണ്ട്. ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കുമ്പോൾ കാണാൻ നല്ല അടിപൊളിയാവും. അപ്പം ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു മിക്സിംഗ് ബൗളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് ഫ്ലിപ്കാർട്ടിനാണ് കേട്ടോ. മീഷോന്ന് 2 വാങ്ങിച്ചിട്ടുള്ളൂ. ആ ഫ്രിഡ്ജ് കണ്ടെയ്നറും അതുപോലെ ഈ ബട്ടർ ബോക്സും ഉള്ളു. ഇതും ഫ്ലിപ്കാർട്ടാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിന് മേടിച്ചിട്ടുള്ള മിക്സിംഗ് ബൗള് അല്ലെങ്കിൽ സലാഡ് ബൗൾ എന്നൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ സ്ക്രീനിൽ ഫോട്ടോ കാണിച്ചല്ലോ. ബൗൾ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടെങ്കിലും സ്റ്റീൽ വലിയ കട്ടിയൊന്നുമില്ല. ക്വാളിറ്റി തിരക്കടില്ല, പെട്ടെന്നൊന്നും ഞെളുങ്ങൂല, എന്നാലും തിരക്കടില്ല. നല്ല ഫിനിഷിംഗ് ഒക്കെയാണ്. കട്ടി കുറച്ച് കുറവാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.